ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ജയറാമിന് ഭക്ഷണം കൊടുത്തിട്ട് തിരികെ വരുന്ന നന്ദിനി വാതിക്കൽ രാജശ്രീ അമ്മ തന്നെ കാത്തു നിൽക്കുന്നത് കണ്ട് ആകെ ഞെട്ടുന്നു. രാജലക്ഷ്മി അമ്മയുടെ നോട്ടം കണ്ട് നന്ദിനി ഭയപ്പെട്ടു. ദൈവമേ, ഞാൻ ജയേട്ടന്റെ റൂമിലേക്ക് പോയത് അമ്മ അറിഞ്ഞിട്ടുണ്ടാവോ? അത് ചോദിക്കാനായിരിക്കോ അമ്മ വന്ന് നിൽക്കുന്നത്? എന്തായാലും അമ്മയോട് സത്യം തന്നെ തുറന്നു പറയാം. എന്ത് വന്നാലും വേറൊന്നും സംഭവിച്ചില്ലല്ലോ. അമ്മ സത്യം തിരിച്ചറിഞ്ഞോട്ടെ. അമ്മയോട് കളവ് പറയാൻ എനിക്ക് കഴിയില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നന്ദിനി രാജലക്ഷ്മി അമ്മയുടെ അരികിലേക്ക് നടന്നു ചെന്നു. രാജലക്ഷ്മി അമ്മ വളരെ ഗൗരവത്തോടെ നന്ദിനിയെ നോക്കുമ്പോ എല്ലാം സന്തോഷമായില്ലേ എന്ന് രാജലക്ഷ്മി അമ്മ നന്ദിനിയോട് ചോദിച്ചു. എന്താണെന്ന് അറിയാത്ത ആശങ്കയിൽ എന്തിന്റെ കാര്യം ഇങ്ങനെ ചോദിക്കുന്നതെന്നുള്ള ആശങ്കയോടെ നന്ദിനി നോക്കുമ്പോൾ രാജലക്ഷ്മി അമ്മ പറഞ്ഞു, അതെ, ഞാൻ ഇന്ന് നടന്ന പൂജയുടെ കാര്യമാണ് ചോദിച്ചത്. ഇന്ന് പൂജ മംഗളകരമായി നടന്നല്ലോ. അല്ല, സാവിത്രി എങ്ങനെയാണ് ഈ പൂജയ്ക്ക് സമ്മതം മൂളിയത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. സാവിത്രിക്ക് അതിനെങ്ങനെ സാധിച്ചു? ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും സാവിത്രി അനുകൂലമായ നിലപാട് എടുക്കാറില്ലാത്ത ആളാണല്ലോ. പിന്നെ എങ്ങനെ സംഭവിച്ചു എന്ന് സാവിത്രിയുടെ ആ പെരുമാറ്റത്തെക്കുറിച്ച് ആശങ്കയോടെ ഓർത്തുകൊണ്ട് രാജലക്ഷ്മി നന്ദിനിയോട് തന്നെ സംശയം പ്രകടിപ്പിച്ചു. അത് കേട്ടതും നന്ദിനി പറഞ്ഞു, അതെ, എനിക്കും അറിയാം ഇന്നത്തെ ഈ ഒരു കാര്യം ഈ കുടുംബത്തിന് മംഗളങ്ങൾ ഉണ്ടാകാൻ വേണ്ടി, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ ഉമാമഹേശ്വര പൂജയ്ക്ക് തയ്യാറായതിന്റെ കാരണം അത് മറ്റൊന്നാണ് എന്ന് പറഞ്ഞു. അത് കേട്ട ആ സമയത്ത് രാജലക്ഷ്മി അമ്മ ചോദിച്ചു, എന്താ, ആരാ ഇതിന് കാരണക്കാര്? അത് പറ, എനിക്കറിയാൻ വല്ലാത്ത തിടുക്കമായി എന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോ ആ കിച്ചണിനരികിലൂടെ പോകുന്ന സാവിത്രി ആ സംസാരം കേൾക്കാനിടയായി. ഉടനെ രാജലക്ഷ്മി പറഞ്ഞു, അതെ, ഒരിക്കലും സാവിത്രി ഈ പൂജയ്ക്ക് അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ അതിന് പിന്നിൽ മറ്റെന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട്. എന്താ അത്? അതാ എനിക്ക് അറിയേണ്ടത്. അത് ഇങ്ങനെയൊരു പൂജയ്ക്ക് തയ്യാറായെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് എന്ന് എനിക്കറിയാം. അതാ എന്താന്ന് എനിക്ക് അറിയാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. മോള് പറ, എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു പൂജ ഇവിടെ നടത്താനായി അവൾ സമ്മതിച്ചത്? സാവിത്രി ഇതിനൊരു അനുകൂലമായ നിലപാടെടുത്തത് എന്ത് കാരണത്താലാണ് എന്ന് വീണ്ടും വീണ്ടും രാജലക്ഷ്മി അമ്മ ചോദിച്ചപ്പോ ഉടനെ രാജലക്ഷ്മി അമ്മയുടെ ചോദ്യത്തിന് മറുപടിയായി നന്ദിനി പറഞ്ഞു, അമ്മേ, അതിന് കാരണം മറ്റാരുമല്ല, നമ്മുടെ മീനാക്ഷി മോള് തന്നെയാണമ്മേ എന്ന് പറഞ്ഞു. മീനാക്ഷി മോളെന്താ ചെയ്തത് എന്ന് മീനാക്ഷിയുടെ ആ നീക്കം എന്തായിരുന്നു എന്ന് അതിശയത്തോടെ രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ നന്ദിനി പറഞ്ഞു, വേറൊന്നുമല്ല, മീനാക്ഷി മോള് പറഞ്ഞു, കാർത്തികിനെ ജനിച്ച കുഞ്ഞ് അത് അച്ചമ്മക്കാലനാണെന്ന്. അതുകൊണ്ട് തന്നെ സാവിത്രിക്ക് വലിയൊരു ആപത്ത് അതുകൊണ്ട് ഉണ്ടാകുമെന്നും അതുകൊണ്ടാണ് പൂജ നടത്തുന്നത് എന്നും. അത് കേട്ടപ്പോഴാണ് സാവിത്രി സത്യത്തിൽ ഈ പൂജയ്ക്ക് തയ്യാറാകാനായി കാരണം എന്ന് നന്ദിനി രാജലക്ഷ്മി അമ്മയെ അറിയിച്ചു. അത് കേട്ടതും രാജലക്ഷ്മി അമ്മ പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, എന്തായാലും മീനാക്ഷി മോള് ഇങ്ങനൊരു ബുദ്ധി കാണിച്ചത് എന്തുകൊണ്ടും നന്നായി. അതുകൊണ്ട് മംഗളകരമായി ഈ പൂജ നടന്നല്ലോ. എന്തായാലും അവള് മിടിക്കുക എന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോ നന്ദിനി പറഞ്ഞു, സാവിത്രിയുടെ കളികളൊന്നും മീനാക്ഷി മോളുടെ അടുത്ത് നടക്കില്ല. അതുകൊണ്ട് തന്നെയാ ഇത് ഇത്ര മംഗളകരമായി നടന്നത് എന്ന് പറഞ്ഞപ്പോ സാവിത്രി അതെല്ലാം കേട്ട്, ഓഹോ, അവൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, അവളപ്പോ മനഃപൂർവ്വം എന്നെ പറ്റിച്ചതാണ്. ഞാൻ കാണിച്ചു തരാം, പൂജ തുടങ്ങിയതല്ലേ ഉള്ളൂ, അവസാനിച്ചിട്ടില്ലല്ലോ, ഇത് ഞാൻ അലങ്കോലമാക്കി തരാം എന്ന് സാവിത്രി ആലോചിച്ചു. പൂജ മുടക്കുന്നത് ശരിയല്ല, അതിനു പകരം ഇത് ഞാൻ അലങ്കോലമാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം എന്ന് സാവിത്രി മനസ്സിൽ അങ്ങനെ ചിന്തിക്കുമ്പോ നന്ദിനി പറഞ്ഞു, അമ്മേ, ഇനിയുള്ളത് സാവിത്രിയുടെ ഈ സാവിത്രിക്ക് യാതൊരു എതിർപ്പുമില്ലാത്തതുകൊണ്ട് ഇനിയും ഈ പൂജ ബാക്കി കൂടി മംഗളകരമായിട്ട് അവസാനിച്ചോളും എന്ന് പറഞ്ഞപ്പോ രാജലക്ഷ്മി അമ്മ പറഞ്ഞു, മീനാക്ഷി മിടുക്കി കുട്ടിയാ. അവള് എന്തായാലും ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്ത സ്ഥിതിക്ക് നമ്മുടെ ഈ കുടുംബത്തിന്റെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഇതോടെ ഇല്ലാതായിക്കൊള്ളുമല്ലോ എന്ന് പറഞ്ഞ സന്തോഷത്തിൽ അങ്ങനെ പോകുമ്പോ സാവിത്രി മനസ്സിൽ പറഞ്ഞു, അത് ശരി, അവൾ അപ്പോ എന്നോട് അങ്ങനെ ഒരു ചതി കാട്ടിയതാണല്ലേ. ഈ സാവിത്രി ആരാണെന്ന് ഞാന് മരുമകൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനുള്ള പണി ഞാൻ അവൾക്ക് തീർച്ചയായിട്ടും കൊടുത്തിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നേരെ സാവിത്രിയും കാർത്തികനെ റൂമിനരികിലേക്ക് എത്തുന്നു. ആ സമയത്ത് കുഞ്ഞിനെ കയ്യിലെടുത്ത് താരാട്ട് പാട്ട് പാടിക്കൊണ്ട് കുഞ്ഞിനെ ഉറക്കാനുള്ള ശ്രമത്തിലായിരുന്നു മീനാക്ഷി. കുഞ്ഞിനെ ഉറക്കാനായി
പാട്ടൊക്കെ പാടിയും സംസാരിച്ചുമൊക്കെ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ സാവിത്രി ചോദിച്ചു, എന്താ മോൾ ഉറങ്ങിയിട്ടില്ലേ? എത്ര നേരമായി എന്ന് ചോദിച്ചിട്ടും, ഇല്ല അമ്മായി, കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അവള് ഉറങ്ങാൻ മടി കാണിച്ച് ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ സാവിത്രി പറഞ്ഞു, കുഞ്ഞാണെങ്കിൽ എന്താ, ഇപ്പൊ തന്നെ ഈ ചെറുപ്രായത്തിലെ ഇതുപോലെയുള്ള വേലത്തരങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയല്ലേ, അല്ലെങ്കിലും ആ മൈഥിലിയുടെ അല്ലേ കുഞ്ഞ് എന്ന് സാവിത്രി പറഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, അമ്മായി അങ്ങനെയൊന്നും പറയല്ലേ, കൊച്ചുകുട്ടിയല്ലേ, ആ കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം എന്നെല്ലാം സാവിത്രിയെ തിരുത്താനായി മീനാക്ഷി ശ്രമിച്ചു. ഉടനെ സാവിത്രി പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിനക്ക് കാട്ടിൽ പോവണ്ടേ, തേൻ എടുത്തുകൊണ്ട് വരണ്ടേ, കാട്ടിൽ ചെന്ന് തേൻ ശേഖരിക്കണം എന്നാണല്ലോ പൂജാരി പറഞ്ഞത് എന്ന് കേട്ടതും മൈഥിലി വേഗം മീനാക്ഷി പറഞ്ഞു, അല്ല, ഞാൻ തനിച്ചല്ലല്ലോ പോകേണ്ടത്, ACP കൂടി വരണല്ലോ, അതുകൊണ്ട് ACP വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചു വേണ്ടേ പോകാൻ എന്ന് പറഞ്ഞു. അത് കേട്ട സാവിത്രി പറഞ്ഞു, അതെ, അവന് ഈ പൂജയ്ക്ക് തേനെടുക്കാനൊക്കെ കാട്ടിലേക്ക് വരുന്നൊന്നും താല്പര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ചെയ്, നീ കാട്ടിലേക്ക് പൊയ്ക്കോ, പോയി തേനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിക്കുക, ഞാൻ നേരം അവനെ പിന്നാലെ അങ്ങ് പറഞ്ഞയച്ചേക്കാം. അത് മാത്രല്ല, നിനക്ക് കൂട്ടിന് ഞാൻ ഇവിടുത്തെ ഒരു ജോലിക്കാരനുണ്ടായിരുന്നു, അവൻ മിടുക്കനാ, അവനെ ഞാൻ നിനക്ക് കൂട്ടിന് പറഞ്ഞയക്കാം എന്ന് സാവിത്രി മീനാക്ഷിയോട് പറഞ്ഞു. ശരി അമ്മായി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അല്ല, നീ നേരത്തെ പോയെന്നറിഞ്ഞാലേ ചിലപ്പോ കാർത്തി പിന്നാലെ വരത്തുള്ളൂ, അല്ലെങ്കിൽ അവൻ ഈ പൂജയും കാര്യങ്ങളിലോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തവനാണ് എന്നൊക്കെ സാവിത്രി പറഞ്ഞതും മീനാക്ഷി പറഞ്ഞു, ശരി അമ്മായി, അമ്മായി എങ്കിൽ ഞാനേ കുഞ്ഞിനെ ഒന്ന് ഉറക്കിയിട്ട് പൊയ്ക്കോളാം, ഇവളൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഉറക്കാനായി ശ്രമിച്ചുകൊണ്ട് മീനാക്ഷി റൂമിലോട് നടക്കുമ്പോ സാവിത്രി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, നീ എനിക്കിട്ട് വേല വെച്ചതല്ലേ, കാണിച്ചു തരാം നിനക്ക് ഞാൻ ഈ സാവിത്രി ആരാണെന്ന്, നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്നെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് സാവിത്രി മീനാക്ഷിക്കിട്ട് മുട്ടം പണി കൊടുക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ പുഞ്ചിരിയോടെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാർത്തിക്കും മീനാക്ഷിയും മറ്റൊരു ജോലിക്കാരനും കൂടി കാടിനെ കുറിച്ച് ഏകദേശം അറിയാവുന്ന ഒരാളും കൂടി ആ കാട്ടിലേക്ക് തേനെടുക്കാനായി പോകുന്നു. അങ്ങനെ അവർ 3 പേരും കാട്ടിലേക്ക് പോകുമ്പോൾ അവരെ പിന്തുടർന്ന് സാവിത്രിയും കാട്ടിനുള്ളിൽ പ്രവേശിക്കുന്നു. കുറച്ചു ദൂരം പോകുന്ന സമയത്ത് കാർത്തികിന്റെ കൂടെ നടക്കുന്ന മീനാക്ഷി ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല, ഈ കാട്ടിലെ ഈ കടുവയും സിംഹവും പുലിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ, അത്തരം ജീവികളൊന്നുമില്ല, ആന അങ്ങനെയുള്ള ജീവികളൊന്നുമില്ല, പിന്നെ കുറുക്കനും മുയലും ഒക്കെ കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, കുറുക്കനൊക്കെ നമ്മുടെ നാട്ടിലല്ലേ ശരിക്കും ഉള്ളത്, കാട്ടിലല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ കാർത്തിക് തിരിഞ്ഞിട്ട് ചോദിച്ചു, നീ എന്നെ കുറിച്ചാണോ പറഞ്ഞത്? ഉടനെ ഞാൻ ACP കുറിച്ച് അങ്ങനെ പറയുമോ എന്ന് മീനാക്ഷി കാർത്തികിനോട് പറയുന്നു. കാർത്തിക് അത് കേട്ട് ചിരിച്ചുകൊണ്ട് വേഗം നടക്ക എന്ന് പറഞ്ഞ് മീനാക്ഷിയോട് നടക്കാനായി പറയുന്നു. അങ്ങനെ അവർ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാവിത്രി അവരെ പിന്തുടർന്നു. ഇവരിത് എങ്ങോട്ടായി പോകുന്നത്? എന്തായാലും ഇവൾ എനിക്കിട്ട് വേല വെച്ചിന് മറുവേല ഞാൻ ഇന്നിവൾക്ക് കൊടുക്കുക തന്നെ ചെയ്യും എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാർത്തിക് മീനാക്ഷിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നു. ഇത് കണ്ടതും ചിരി വരെയായി, എന്റെ മോനെ അവൾ വശീകരിച്ചെടുത്തു കഴിഞ്ഞു എന്നൊക്കെ മനസ്സിൽ കുശുമ്പോടെ പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ ഞാൻ ഒരിക്കലും അനുവദിച്ചു തരില്ല എന്നെല്ലാം മനസ്സിൽ മീനാക്ഷിക്കെതിരെ മറു വശീകരണം നടത്തിയേ തീരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷിയുടെ നേരെ കലിതുള്ളി സാവിത്രി അവരെ വീണ്ടും വീണ്ടും പിന്തുടരുന്നു. അപ്പോഴേക്കും കുറച്ചു ദൂരം അങ്ങ് നടന്നു കഴിയുമ്പോൾ വലിയൊരു കിടങ്ങ് പോലെ ഒരു തടി കഷ്ണം അവർക്ക് വഴിക്ക് കുറുകയായി കിടക്കുന്നത് കണ്ടു. ഉടനെ തന്നെ മീനാക്ഷി ആ വലിയ തടി കഷ്ണത്തെ കണ്ടതും അവിടുന്ന് കടക്കാനായി വയ്യാത്തത് കൊണ്ട് കാർത്തിക് മീനാക്ഷിയെ എടുത്ത് അപ്പുറത്ത് കടത്തി. ഈ സമയത്ത് സാവിത്രി അതുവഴി നടന്നു വരുമ്പോ വീഴാനായി ഒരുങ്ങുകയും ഒരു വിധത്തിൽ അവിടെ ഒരു മരത്തിൽ പിടിച്ച് സാവിത്രി തൽക്കാലം രക്ഷപ്പെട്ടു. ആ സമയത്ത് കാർത്തിക് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ കാർത്തിക് മീനാക്ഷിയെ എടുത്ത് കയറ്റുന്നു. അങ്ങനെ പൊക്കിയെടുത്ത് മീനാക്ഷിയെ ആ വലിയ കിടങ്ങിനൊക്കെ സൈഡിലൂടെ താഴേക്ക് നിർത്തി. കാർത്തിക് വളരെ സൗമ്യമായി തന്നെ മീനാക്ഷിയോട് പെരുമാറുന്നു. മീനാക്ഷിയും കാർത്തികും കൂടി അങ്ങനെ മുന്നോട്ട് നടന്നു നീങ്ങി. ഈ സമയത്ത് കാർത്തികിനൊപ്പം വരുന്ന മീനാക്ഷി ആ കാടിന് പരിചയമുള്ള, കാടിനെ കുറിച്ച് അറിയാവുന്ന ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല, ഇവിടെ മുയലും കുറുക്കനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് അതൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അരികിലുണ്ടായിരുന്ന കാർത്തിക് പറഞ്ഞു, അതെ, അവരൊക്കെ ഉണ്ടല്ലോ മാലയും ബൊക്കെയൊക്കെ വാങ്ങിക്കാനായി പോയിരിക്കുക നമ്മളെ സ്വീകരിക്കാനായിട്ട് എന്ന് കാർത്തിക് മീനാക്ഷിയോട് അറിയിച്ചു. അത് കേട്ട മീനാക്ഷി ചോദിച്ചു, കൊള്ളാലോ, ഇങ്ങനെയൊക്കെ തമാശയൊക്കെ പറയാൻ അറിയാവല്ലേ, അപ്പം മനുഷ്യ ജന്മത്തിൽപ്പെട്ട ആളാണല്ലേ എന്നൊക്കെ കാർത്തികിനെ കളിയാക്കി
മീനാക്ഷിയും പറഞ്ഞു. ഈ സമയത്താണ് സാവിത്രി ആ കിടങ്ങിനരികിലേക്ക് കൃത്യമായി എത്തിയത്. അവിടുന്ന് എങ്ങനെ കടക്കുമെന്ന് അറിയാൻ മേലാതെ ഒരു വിധത്തിൽ അതിനടിയിലൂടെ തലപൊക്കി കയറുമ്പോ ഓ എന്തൊരു കഷ്ടപ്പാടാ എന്നെല്ലാം പറഞ്ഞ് വീണ്ടും അവരെ പിന്തുടർന്ന് സാവിത്രി പോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് മൈഥിലിയും വൈശാഖനും കൂടെയും സ്വാമിനാഥന്റെ ക്ഷണമനുസരിച്ച് അവിടെ നടക്കുന്ന പാർട്ടിയിൽ പങ്കെടുക്കാനായി സ്വാമിനാഥന്റെ വീട്ടിലേക്ക് വന്നത്. മൈഥിലി മനസ്സിലാ മനസ്സോടെ വിശാഖനോടൊപ്പം എത്തുന്നു. വിശാഖനോട് മൈഥിലി പറഞ്ഞു, അല്ല വൈശാഖെ, നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വരുന്നത്? ഇവിടെ പാർട്ടി തുടങ്ങാൻ ഫംഗ്ഷൻ തുടങ്ങാറൊന്നും ആയില്ലല്ലോ, ഫംഗ്ഷൻ തുടങ്ങാറാകുന്ന നേരത്ത് വന്നാ പോരെ എന്ന് പറഞ്ഞപ്പോ വൈശാഖൻ പറഞ്ഞു, എന്റെ മൈഥിലി, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അതെ, നമ്മൾ ഇവിടേക്ക് വന്നതേ അദ്ദേഹത്തിന്റെ ക്ഷണം അനുസരിച്ചാണ്. അദ്ദേഹം നമ്മളോട് നേരത്തെ വരണമെന്നും പറഞ്ഞിരുന്നു. നമ്മള് വളരെ മോശമായി പെരുമാറുകയല്ലേ നമ്മൾ ഇനി ലേറ്റായി വന്നു കഴിഞ്ഞാൽ? നമുക്ക് അവിടെ വീട്ടിലിരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ മൈഥിലി പറഞ്ഞു, നമുക്ക് വേറെ ജോലിയൊന്നും ഇല്ല എന്ന് അയാൾ കരുതുമല്ലോ, അതുകൊണ്ട് നമ്മള് നേരത്തെ വരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ വൈശാഖ് ചോദിച്ചു, നിനക്കെന്താ, നിനക്ക് ആകെ ഒരു പ്രശ്നമാണല്ലോ, എന്റെ കൂടെ വരുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ എന്ന് പറഞ്ഞു. വൈശാഖെ, എന്നെക്കൂടൊന്നും പറയിക്കരുത് കേട്ടോ എന്നൊക്കെ മൈഥിലി ദേഷ്യപ്പെട്ടു. ഉടനെ സ്വാമിനാഥൻ അപ്പോഴേക്കും വാതിക്കലേക്ക് എത്തി. ആഹാ, നിങ്ങൾ വന്നോ? അല്ല, എന്നിട്ട് എന്താ കോളിംഗ് ബെൽ അടിക്കാതിരുന്നത്? അകത്തേക്ക് കയറി വരാമായിരുന്നല്ലോ. നിങ്ങൾക്ക് ഈ വീട് അന്യ വീടൊന്നും അല്ലല്ലോ. അല്ല, മൈത്രിക്കുട്ടിയുടെ മുഖം എന്താ ആകെ വല്ലാതിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞതും എന്നാ അകത്തേക്ക് കയറി വാം എന്ന് പറഞ്ഞ് രണ്ടുപേരെയും സ്വാമിനാഥൻ അകത്തേക്ക് ക്ഷണിക്കുന്നു. അകത്തേക്ക് കയറി വന്നതും വൈശാഖനോടും മൈഥിലിയോട് ഇരിക്കാനായി പറഞ്ഞു. മൈഥിലിക്കുട്ടിയും പോയി ഇരിക്കേ എന്ന് പറഞ്ഞപ്പോ മൈഥിലി ഇരിക്കാനാകെ മടി കാണിച്ചു. വൈശാഖ് അവിടെ വന്നിരിക്കാനായി മൈഥിലിയോട് അറിയിച്ചു. അവരവിടെ വന്നിരുന്നതും അതെ, ഫംഗ്ഷൻ തുടങ്ങാൻ കുറച്ചും കൂടെ സമയമെടുക്കും. ഞാൻ പിന്നെ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ, എന്റെ ഭാര്യയും മക്കളും ഒക്കെ മകനും പുറത്താണല്ലോ, അതുകൊണ്ട് ഒറ്റപ്പെട്ട ജീവിതമല്ലേ നയിക്കുന്നത്. നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടികളെ പോലെ തോന്നാറുണ്ട്. എനിക്ക് അടുപ്പമുള്ള ആളുകളെ പോലെ. ആ ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും സ്നേഹത്തോടെ ഇടപെടുന്നത്. അല്ല, എന്താ കുടിക്കാൻ വേണ്ടത് എന്ന് ചോദിച്ചത് വൈശാഖൻ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്നാലും എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കണല്ലോ എന്ന് പറഞ്ഞ് വൈശാഖന്റെ അരികിൽ നിന്ന് സ്വാമിനാഥൻ ജ്യൂസ് എടുക്കാൻ അകത്തേക്ക് പോയി. എത്ര നല്ല മനുഷ്യനല്ലേ എന്ന് പറഞ്ഞ് വൈശാഖൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാമിനാഥന്റെ പ്രവൃത്തികളും നോട്ടങ്ങളും ഒക്കെ പെട്ടെന്ന് മൈഥിലിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. മൈഥിലി ഉടനെ മനസ്സിൽ പറഞ്ഞു, ദൈവമേ, ഇയാൾ ആകെ ഒരു കുറുക്കനാണല്ലോ, ഇയാൾ എന്തോ മനസ്സിൽ കരുതിയിട്ടാണ്, എനിക്കാണെങ്കിൽ ആകെ പേടിയാകുന്നു എന്നെല്ലാം മൈഥിലി സ്വയം മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഓർത്ത് ഭയത്തോടെ മൈഥിലി ഇരിക്കുമ്പോ കാർത്തികം മീനാക്ഷിയും അങ്ങനെ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് മീനാക്ഷിയും കാർത്തിക്കും കൂടി മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ സാവിത്രിയും അവരെ പിന്തുടർന്നെത്തിയത്. കുറച്ചു ദൂരം അങ്ങ് പോയി കഴിയുമ്പോ ആ മൈഥിലിയെയും മീനാക്ഷിയെയും കാർത്തികനെയും കൂട്ടിക്കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരൻ ഒരു മരത്തിന് മുകളിലായിട്ട് ഒരു തേനീച്ചക്കൂട് കാണുന്നു. ഈ സമയത്ത് കാർത്തികിന്റെ കൂടെ വന്ന മീനാക്ഷി സംശയം എന്നോണം ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല, ഇവിടെ എവിടെയാ ഈ തേനീച്ചക്കൂടുള്ളത്? നമ്മൾ കുറെ നേരം ആയല്ലോ നടക്കുന്നു എന്ന് മീനാക്ഷി പറഞ്ഞപ്പോ, അതെ, തേനീച്ചക്കൂട് ഇന്ന സ്ഥലത്തെന്ന് പറയാനാവില്ല, നമുക്ക് മരത്തിലൊക്കെ നോക്കി പോകാം എന്ന് പറഞ്ഞ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു മരച്ചില്ലയിൽ അങ്ങനെ തേനീച്ച കൂട് കൂട്ടിയിരിക്കുന്നത് കണ്ടത്. ഉടനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതാ അത് കണ്ടോ തേനീച്ചക്കൂട്, അതിൽ നിന്നാണ് തേൻ എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ഉടനെ മീനാക്ഷിയും കാർത്തികും അതിശയത്തോടെ നോക്കി. ഉടനെ, അല്ല, അത് നമ്മൾ ആ തേൻ അതിൽ പിഴിഞ്ഞു വേണ്ട എടുക്കുവാൻ എന്ന് ചോദിച്ചു. അല്ല, സൂക്ഷിക്കണം കേട്ടോ, കടന്നൽ വന്ന് കുത്തും എന്ന് പറഞ്ഞതും കിഴവിയോ, കുളവി വന്ന് കുത്തും എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് കേട്ട് മീനാക്ഷിയാകെ സംശയമായി. കിഴവിയോ, അതെന്താ കിഴവി എന്ന് ചോദിച്ചപ്പോ ചിരിച്ചുകൊണ്ട് കാർത്തിക പറഞ്ഞു, കിഴവിയല്ല, കുളവി. അതില് നമ്മള് ആ കൂട്ടിലേക്ക് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായാ ചിലപ്പോ തേനീച്ച വന്ന് കുത്തും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കുളവികൾ വരാൻ സാധ്യതയുണ്ട്. കുളവി എന്ന് പറഞ്ഞാൽ ഇവിടെ തേനീച്ച എന്നാണ് ഇവര് ഉദ്ദേശിച്ചത് എന്ന് കാർത്തിക് മീനാക്ഷിക്ക് പറഞ്ഞു കൊടുത്തു. ഉടനെ മീനാക്ഷി ചോദിച്ചു, അല്ല, നമ്മളങ്ങോട്ട് കല്ലെറിഞ്ഞ അത് ഓടിപ്പോകുകയല്ലേ, അപ്പൊ പിന്നെ അത് എടുക്കാൻ എളുപ്പമല്ലേ എന്ന് മീനാക്ഷി ചോദിച്ചു. ഉടനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, കല്ലെറിഞ്ഞാലുണ്ടല്ലോ അവയെല്ലാം കൂടി ഇങ്ങോട്ട് ഇളകി ഇങ്ങി വരും, പിന്നെ എല്ലാം വന്ന് നമ്മളെ കൊത്താനും തുടങ്ങും. ഇനി അഥവാ അതിൽ നിന്നെങ്ങാനും ആരെങ്കിലും ഇളകി നമുക്ക് നേരെ പാഞ്ഞെടുത്ത് വന്നാൽ ഈ പുതപ്പുണ്ടല്ലോ, ഇതുകൊണ്ട് പൊതിഞ്ഞു നിൽക്കണം, അപ്പോ നമ്മളെ അത് ആക്രമിക്കില്ല, ആ കൊത്ത് ഏൽക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സാവിത്രി അവരെ പിന്തുടർന്ന് അവർക്ക് കുറച്ചു ദൂരെ സാവിത്രിക്ക് കാണാൻ വേണം അവർക്ക് അരികിലായി വന്ന് സാവിത്രി നോക്കിയിരുന്നു. ഉടനെ തന്നെ സാവിത്രിയും അവരുടെ അരികിലായി അങ്ങനെ നിൽക്കുമ്പോ, എന്തായാലും നമുക്ക് തീ വെച്ച് കഴിഞ്ഞാൽ ഇവയെല്ലാം പോകുമല്ലോ എന്ന് പറഞ്ഞു.
ഉടനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തീ കത്തിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ സാറിന് വേണ്ട കാര്യങ്ങളൊക്കെ സാറിന് ഞാൻ ചെയ്തു തരാം, വാ നമുക്ക് എങ്ങനെയും അത് തീ വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അതിനു വേണ്ടിയുള്ള സജ്ജീകരണത്തിന് അപ്പുറത്തേക്ക് മാറുന്നു. അപ്പൊ കയ്യിൽ കിട്ടിയ കയ്യിൽ ഉണ്ടായിരുന്ന ആ വടിയൊക്കെ പിടിച്ചുകൊണ്ട് മീനാക്ഷി കാടിന്റെ ആ പ്രകൃതി രമണീയതയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ചുറ്റുപാടുമൊക്കെ നോക്കി സന്തോഷത്തോടെ അങ്ങനെ മീനാക്ഷി നിൽക്കുന്നു. ഈ കാഴ്ച കണ്ട് അപ്പുറത്ത് മാറുന്ന സാവിത്രി മനസ്സിൽ കുശുമ്പോടെ പറഞ്ഞു, ഓഹോ, നീ അപ്പൊ ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണല്ലേ, നിന്റെ ആസ്വാദനം ഞാൻ ശരിയാക്കി തരാടി മോളെ എന്നെല്ലാം പറഞ്ഞ് നിലത്ത് കിടന്ന ഒരു കല്ലെടുത്ത് സാവിത്രി ആ തേനീച്ചക്കൂടിലേക്ക് എറിയുന്നു. ആദ്യം എറിഞ്ഞതും അവിടെ ഒരു മരച്ചിലയിൽ തടി താഴെ വീണു. അടുത്ത കല്ലെടുത്ത് ഇത് തന്നെ കൊള്ളണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃത്യമായി ആ തേനീച്ചക്കൂടിന്റെ ആ റാക്കിനിട്ട് കല്ലെറിഞ്ഞു. അത് കൊണ്ടതും ആ റാക്ക് കിടന്ന് ഇളകുന്നത് കണ്ടതോടെ അതിൽ നിന്നുള്ള തേനീച്ചകളെല്ലാം വേഗം തന്നെ പുറത്തേക്ക് പറന്നു വരുന്നു. ആ കാഴ്ച കണ്ടതോടെ മീനാക്ഷിക്കാകെ ടെൻഷനായി. മീനാക്ഷി ഭയത്തോടെ അങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്ത് മാറി നിൽക്കുന്ന കാർത്തികിനെയും ആ ചെറുപ്പക്കാരനെയും മീനാക്ഷി നോക്കി. ACP എന്ന് പറഞ്ഞ് തന്റെ അരികിലേക്ക് ഓടി വന്ന ആ തേനീച്ചകളെ എങ്ങനെ കളയുമെന്ന ആശങ്കയായി തന്റെ ഷോളെല്ലാം വെച്ച് കറക്കിക്കൊണ്ട് അങ്ങനെ ഒരു വിധത്തിൽ മീനാക്ഷി കുത്തേക്കാതെ മാറാനായി ശ്രമിക്കുന്നു. അപ്പോഴാണ് അപ്പുറത്ത് മാറുന്ന സാവിത്രി സന്തോഷത്തോട് കുത്ത് അവക്കൂടെ തന്നെ കുത്ത് എന്ന് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഉടനെ തന്നെ ACP എന്ന് വിളിച്ചുള്ള മീനാക്ഷിയുടെ ബഹളം കേട്ട് ഉടനെ ആ ചെറുപ്പക്കാരന്റെ കയ്യില് ആ കവറിനകത്തിരുന്ന ആ പുതപ്പ് പെട്ടെന്നെടുത്ത് കാർത്തിക ആ പുതപ്പുമായി ഓടിച്ചെന്ന് മീനാക്ഷിയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ആ പുതപ്പിനുള്ളിൽ മീനാക്ഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ തേനീച്ചയുടെ കുത്തുകൊള്ളാതെ രണ്ടുപേരും ഓടി മാറുന്നു. ഈ സമയത്ത് സാവിത്രി ആ കാഴ്ച കണ്ടാകെ സങ്കടത്തിലായി. ദൈവമേ, ഒരുമിച്ച് ഒരു പുറപ്പിനുള്ളിലോ, ഇത് ഭയങ്കര കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞ് സാവിത്രി അത് സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവരെ കുത്താനായി ചെന്ന ആ തേനീച്ചകൾ കൃത്യമായി നേരെ സാവിത്രിക്കരികിലേക്ക് പാഞ്ഞെത്തുന്നു. സാവിത്രി തേനീച്ചയുടെ കുത്തുകൊള്ളാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവസാനം ആ കാട്ടിലെ ഒരു മരത്തിൽ പിടിച്ച് നിലത്തേക്ക് വീണ് സാവിത്രി തേനീച്ചകളുടെ കുത്ത് ഏൽക്കുന്നു.